ഡോർബെൽ അടിച്ചിട്ട് ആരും തുറക്കാത്തത് കൊണ്ട് യുൻസു തിരിച്ചു പോകാനായിട്ട് തുടങ്ങും. അന്നേരം ജങ്സന്റെ അമ്മ വന്ന് വാതിൽ തുറക്കും. എന്റെ മോനെ അന്വേഷിച്ച് വന്നതാണോ എന്ന് ചോദിക്കും. മോന്റെ പേരെന്താണെന്നാണ് അന്നേരം യുൻസു തിരിച്ചു ചോദിക്കും. ജങ്സനെ എത്ര കാലം കൊണ്ട് അറിയാമെന്ന് അമ്മ ചോദിക്കുമ്പോൾ ഞങ്ങൾ അടുത്താണ് പരിചയപ്പെട്ടതെന്ന് അവൾ പറയും. ഇയാൾക്ക് എത്ര പ്രായമുണ്ടെന്ന് അമ്മ ചോദിക്കും. 29 ആണെന്ന് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാവും. എന്റെ മോനെക്കാട്ടിലും ഒരുപാട് പ്രായം കൂടുതലാണല്ലോ, അപ്പൊ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. അത് കേട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. സാധാരണ ഞാൻ ആളുകളുമായിട്ട് ലോങ് ടേം റിലേഷൻ ആണ് വെക്കാറുള്ളത്, പക്ഷെ ഇതിപ്പോ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അമ്മ അവിടുന്ന് പോകുന്നത്. യുൻസുവിനെ കാണാനായിട്ട് ഇറങ്ങിയ ജെങ്സൺ ഒരു കോയിൻ ബൂത്തിൽ നിന്ന് അവളെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അവൻ അന്നേരം തന്നെ അവിടുന്ന് പോയി ഒരു പുതിയ സെൽഫോൺ വാങ്ങിക്കും. ജംഗു യുൻസുവിനെ വിളിക്കും. യൂഹ പറഞ്ഞിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇപ്പൊ ഇയാൾ ഫ്രീ ആണല്ലോ, അങ്ങനെയാണെങ്കിൽ വൈകിട്ട് എന്റെ ഓഫീസിലേക്ക് വരൂ, നമുക്കൊന്ന് മീറ്റ് ചെയ്യാമെന്ന് അവൻ പറയും. എനിക്ക് ഇയാളുടെ ഓഫറിൽ താല്പര്യമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് യുൻസു ചോദിക്കും. ഇപ്പൊ ഈ ഓഫർ ഇയാൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരാളായിട്ടായിരിക്കും തന്നെ ഞാൻ ഓർക്കുക എന്ന് ജംഗു പറയുന്നുണ്ടേ. താൻ എന്നെ എങ്ങനെ ഓർത്താലും എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് യുൻസു കോള് കട്ട് ചെയ്യും. സീനിയർ ഷെഫിനെ അസിസ്റ്റ് ചെയ്തോളാൻ മെയിൻ ഷെഫ് ജെങ്സന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ അന്ന് കിച്ചണിലേക്ക് വരുമ്പോൾ പതിവ് പോലെ ഒരു ആവശ്യമില്ലാതെ സീനിയർ ഷെഫ് അവന്റെ അടുത്ത് വഴക്കിന് വരും. അവൻ തർക്കിച്ച് നിൽക്കും. ദേഷ്യം വന്നിട്ട് സീനിയർ ഷെഫ് അവനെ അടിക്കും. ഇതും കണ്ടോണ്ടാണ് മെയിൻ ഷെഫ് അവിടേക്ക് വരുന്നത്. കിച്ചണിൽ കുറച്ച് മര്യാദ പാലിച്ചൂടെ എന്ന് ചോദിച്ചിട്ട് സീനിയർ ഷെഫിനെ മെയിൻ ഷെഫ് വഴക്ക് പറയും. ജെങ്സൺ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അവന്റെ പുറകെ മെയിൻ ഷെഫും ചെല്ലും. നീ ടാലന്റഡ് ആണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നതും നിന്നോട് പ്രത്യേകമായ സ്നേഹം കാണിക്കുന്നതും. പക്ഷേ ഇവിടെ നീ ഒരു ജൂനിയർ ആണ്. മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നിനക്കൊന്ന് ശ്രമിച്ചുകൂടെ? നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാനിത് നിന്നോട് പറയുന്നതെന്ന് മെയിൻ ഷെഫ് പറയുന്നുണ്ടേ. ഷെഫിനെ ഞാൻ നന്നായിട്ട് ബഹുമാനിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ നമ്മളെ ഫോഴ്സ് ചെയ്ത ഒരാൾ കാര്യം ചെയ്യിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടല്ല എന്ന് എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് ഷെഫിനോട് അവൻ പറയും. ജെങ്സന്റെ അമ്മ അവനെ അന്വേഷിച്ച് റെസ്റ്റോറന്റിലേക്ക് വരും. എന്നിട്ട് ഒരു ഡിഷ് ഓർഡർ ചെയ്യും. ജംഗുവും അന്നേരം അവിടെയുണ്ട്. ജെങ്സന്റെ പേര് കേൾക്കുന്നുണ്ടെ അവൻ ശ്രദ്ധിക്കും. എന്തിനാണ് എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞ് ജെങ്സൺ അങ്ങോട്ടേക്ക് വരും. എന്റെ മോനെ കാണാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ കഴിച്ചു കഴിയുന്നവരെ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് നിനക്ക് ഇവിടെ ഇരുന്നുകൂടെ എന്ന് അമ്മ ചോദിക്കുമ്പോൾ ദേഷ്യത്തില് ജെങ്സൺ അവിടുന്ന് തിരിച്ചു പോകും. ഇതെല്ലാം ജംഗു ശ്രദ്ധിക്കുന്നുണ്ട്. എന്റെ ഫുഡിന്റെ ബില്ല് ജെങ്സന്റെ ടാബിൽ കൂട്ടിക്കോളാൻ അമ്മ വന്ന് പറയുമ്പോൾ റിസപ്ഷനിസ്റ്റ് സമ്മതിക്കത്തില്ല. അമ്മ തർക്കിക്കാനായിട്ട് തുടങ്ങുമ്പോൾ തൊട്ട് ബാക്കിലെ ജംഗു നിപ്പുണ്ട്. ഞാൻ പേ ചെയ്യാമെന്ന് അവൻ ആംഗ്യം കാണിക്കും. അങ്ങനെ റിസപ്ഷനിസ്റ്റ് സമ്മതിക്കും. അവനാണ് ജെങ്സന്റെ അമ്മയുടെ ഫുഡിന്റെ ബില്ലും പേ ചെയ്യുന്നത്. കുറച്ച് പൈസ ബ്രൈബായിട്ട് റിസപ്ഷനിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കിച്ചണിൽ പോകാനുള്ള പെർമിഷന് വേണ്ടിയിട്ടാണ്. എല്ലായിടത്തും ഫ്രീ ആയിട്ട് കയറി വരാനായിട്ട് പറ്റുമോ എന്ന് ജെങ്സൺ ജംഗുവിന്റെ അടുത്ത് ചോദിക്കും. എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. ഞാനൊരു കാര്യം വിചാരിക്കുകയാണെങ്കിൽ എനിക്കത് സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് ജംഗു അവനോട് പറയും. എന്റെ ഓഫറിനെ പറ്റി ആലോചിച്ചെന്ന് ചോദിക്കുമ്പോൾ അത് സീരിയസ് ആണെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ആലോചിച്ചില്ല എന്ന് അവൻ പറയും. എങ്കിൽ ഒഫീഷ്യലി ഞാൻ ആ ഓഫർ ഇയാളുടെ മുന്നിൽ വെക്കുകയാണെന്ന് ജംഗു പറയും. ഒഫീഷ്യലി ഞാനത് റിജക്ട് ചെയ്യുന്നു എന്ന് അപ്പൊ തന്നെ ജെങ്സൺ പറയും. ഒന്ന് ആലോചിക്കാനുള്ള സമയം പോലും ഇയാൾ എടുത്തില്ലല്ലോ എന്ന് ജംഗു പറയുന്നുണ്ട്. ഞാൻ നല്ലതുപോലെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്, എനിക്ക് വേറെ ചില ലക്ഷ്യങ്ങളുണ്ടെന്നാണ് ജെങ്സൺ പറയുന്നത്. അന്നേരം ഇവന്റെ ഫോൺ റിങ് ചെയ്യും. ഇയാൾക്ക് ഫോൺ ഇല്ലെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് രാവിലെയാണ് ഞാൻ വാങ്ങിച്ചതെന്ന് പറയും. അന്നേരം തന്നെ ജംഗു അവന്റെ ഫോൺ വാങ്ങിച്ചിട്ട് ജംഗുവിന്റെ നമ്പർ അതിൽ സേവ് ചെയ്ത് കൊടുക്കും. തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഫോണിലെ മിസ് കോള് യുൻസു കാണുന്നത്. ജെങ്സന്റെ ആണെന്ന് തിരിച്ചറിയും. കോയിൻ ബൂത്തിൽ നിന്നാണ് വിളിച്ചതെന്ന് അറിയാമെങ്കിലും തിരിച്ചതിലേക്ക് വിളിച്ചു നോക്കും. വഴി കൂടെ പോയ ഒരാള് അത് അറ്റൻഡ് ചെയ്യും. കോയിൻ ബൂത്തിന്റെ സ്ഥലം എവിടെയാണെന്ന് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കും. അവിടെ നമ്മൾ നോക്കുന്നുണ്ട്, പക്ഷെ അവിടെ എങ്ങും ജെങ്സനെ കാണാനായിട്ടില്ല. അന്നേരം തന്നെ അവളുടെ ഫോണിലേക്ക് പുതിയൊരു നമ്പറിൽ നിന്ന് കോള് വരും. അത് ജെങ്സൺ ആണെന്ന് മനസ്സിലാവുമ്പോൾ അവൾ എക്സൈറ്റഡ് ആവും. അവളുടെ എക്സൈറ്റ്മെന്റ് അവൾ മറച്ചു വെക്കുന്നതുമില്ല. കുഞ്ഞുന്റെ ഫാമിലിയിൽ എല്ലാവരും ഡോക്ടേഴ്സ് ആണ്, അതുകൊണ്ടാണ് അവനും ഡോക്ടർ ആകേണ്ടി വന്നത്. പക്ഷെ അവന് ഒരു ഷെഫ് ആകാനാണ് ഇഷ്ടം. അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത ഫുഡൊക്കെ ആയിട്ട് ഹോങ്ങെ കാണാനായിട്ട് അവൻ വരും. നീ എന്തിനാണ് ഇങ്ങനെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നിന്റെ ഫാമിലിയിൽ ഇതൊന്നും പറ്റത്തില്ല. ജെങ്സനെ പോലെ പാവപ്പെട്ട ഫാമിലീസിൽ നിന്നുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങൾ കാണാൻ പറ്റൂ എന്ന് ഹോങ്ങ പറയുമ്പോൾ അതെന്താണ് നീ അങ്ങനെ അസ്യൂം ചെയ്തത്? അവൻ പാവപ്പെട്ട ഫാമിലിയിൽ നിന്നൊന്നുമല്ല, അവന്റെ അച്ഛൻ ഒരു ഡോക്ടറാണ്, ഗ്രാൻഡ് ഫാദറും റിച്ച് ആണെന്ന് ബൂജൂൺ പറയും. പിന്നെ എന്തുകൊണ്ടായിരിക്കും ജെങ്സൺ എന്നെ പ്രപ്പോസ് ചെയ്യാത്തതെന്ന് ഹോങ്ങ ഉടനെ ബൂജൂന്റെ അടുത്താണ് ചോദിക്കുന്നത്. അവള് ഓവർ കോൺഫിഡന്റ് ആണ്, എല്ലാവർക്കും അവളെ ഇഷ്ടപ്പെടും എന്നുള്ള ഒരു വിചാരമൊക്കെ ഹോങ്ങയ്ക്കുണ്ട്. ഇയാളുടെ ഒരു ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതല്ല എന്ന് ബൂജൂൺ പറയുമ്പോൾ അവൾക്ക് ദേഷ്യം വരും. ജെങ്സൺ കോൺഫിഡന്റ് അല്ലാത്തത് കൊണ്ടായിരിക്കാം എന്റെ അടുത്തേക്ക് വരാത്തത്. നോക്കിക്കോ, അവനെ കൊണ്ട് ഞാൻ എന്റെ അടുത്ത് പ്രപ്പോസ് ചെയ്യിക്കുമെന്ന് ബൂജൂന്റെ അടുത്ത് ബെറ്റ് വെച്ചിട്ടാണ് ഹോങ് അവിടുന്ന് പോകുന്നത്. യുൻസു കൃത്യസമയത്ത് ജംഗുവിനെ കാണാനായിട്ട് വരും. അവള് പങ്ക്ച്വലാണെന്നുള്ള കാര്യം അവന് ഇഷ്ടപ്പെടും. ഇയാൾ എന്തായാലും എഴുതുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാർ റൈറ്റേഴ്സ് ആണ്. ഞാൻ കുറച്ച് വെബ് നോവൽസിന്റെയും വെബ്ടൂൺസിന്റെയും ഒക്കെ പബ്ലിക്കേഷൻ റൈറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഡ്രാമാസ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഒരു തീരുമാനമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു റൈറ്ററെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നല്ലൊരു പാക്കേജ്, നല്ലൊരു ഓഫർ യുൻസുവിന്റെ അടുത്ത് പറയും. അവർക്ക് ഇപ്പൊ കിട്ടുന്നതിനെക്കാട്ടിലും
ഒരുപാട് കൂടിയ സാലറിയാണ് പറയുന്നത്. ഈ ഒരു ഓഫർ സ്വീകരിക്കുന്നതിനെ പറ്റി എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്കത് സ്വീകരിക്കാൻ താല്പര്യമില്ല. ഇയാൾ ഇങ്ങനൊരു ഓഫർ തരുന്നത് ഞാൻ ഇയാളുടെ ജൂനിയർ ആണെന്നുള്ള ഒരു കൺസിഡറേഷനിലാണെന്ന് തോന്നുന്നു എന്ന് യുൻസു പറയുമ്പോൾ ജംഗു അത് നിഷേധിക്കുന്നില്ല. ഇയാളെ കാണുമ്പോൾ തന്നെ മിടുക്കിയാണെന്ന് തോന്നുന്നു എന്നാണ് അവൻ അതിന് മറുപടി കൊടുക്കുന്നത്. അത് വെറും തോന്നലാണ്. ആ തോന്നൽ വെച്ചിട്ട് ഇയാൾ സ്വയം വിട്ടിയാകാനായിട്ട് നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് അവൾ പോകാനായിട്ട് തുടങ്ങും. ഇവനെന്തായാലും വിസിറ്റിംഗ് കാർഡ് കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ ഓഫറിനെ പറ്റി നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം എനിക്ക് മറുപടി തന്നാൽ മതിയെന്ന് അവളോട് പറയും. ഒന്നിച്ച് തിരിച്ച് ഫ്രാൻസിലേക്ക് പോയാലോ എന്ന് അമ്മ ജെൻസന്റെ അടുത്ത് ചോദിക്കും. അവനൊരു എൻവലപ്പ് അമ്മയ്ക്ക് കൊടുക്കും. എന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെലവാക്കിയ പൈസ മുഴുവൻ ഇതിലുണ്ട്. എത്രയും പെട്ടെന്ന് താമസിക്കാൻ കൂടി വേറൊരു സ്ഥലം കണ്ടുപിടിക്കണം. ഇവിടെ ഒന്നിച്ച് താമസിക്കുന്നത് എനിക്ക് കംഫർട്ടബിൾ അല്ല എന്ന് അവൻ പറയും. നിന്റെ അച്ഛൻ റിഗ്രറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. അയാള് 30 വയസ്സിന് മുമ്പ് ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു എന്നുള്ള കാര്യമാണത്. നീയും അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്യുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് തിരിച്ചു പോകാമെന്ന് ഞാൻ പറയുന്നതെന്ന് അമ്മ പറയുമ്പോൾ ഞാൻ ഒരിക്കലും അച്ഛനെ പോലെ ആവത്തില്ല എന്ന് അവൻ മറുപടി കൊടുക്കും. യുൻസുവിനെ മീറ്റ് ചെയ്തെന്ന് അവർ സൂചിപ്പിക്കുന്നുണ്ട്. അത് ജെൻസൺ ഇഷ്ടപ്പെടുന്നില്ല. ഹോങ്ങ യുൻസുവിനെ കാണാനായിട്ട് വരും. രണ്ടുപേരും പുതിയൊരു ഡ്രാമ കോൺടെസ്റ്റിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഡ്രാമയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ജെൻസനെ ഇന്റർവ്യൂ ചെയ്തെന്നുള്ള രീതിക്ക് യുൻസു പറയുമ്പോൾ എങ്ങനെയാണ് ജെൻസനെ കോൺടാക്ട് ചെയ്തതെന്ന് ഹോങ്ങ ചോദിക്കും. ഇപ്പോൾ അവന് പുതിയൊരു സെൽഫോൺ ഉണ്ടെന്ന് യുൻസു പറയും. ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന ഭാവമാണ് നേരം ഹോങ്ങയ്ക്ക്. നിങ്ങൾ ഡേറ്റ് ചെയ്യുകയാണോ എന്ന് അവൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. ഏയ്, അവൻ എന്നെക്കാട്ടിൽ ഒരുപാട് ഇളയതല്ലേ എന്ന് യുൻസു പറയുമ്പോൾ ഹോങ്ങയ്ക്ക് ആശ്വാസമാവുന്നുണ്ട്. ഒരു കാരണവശാലും അവനെ ഡേറ്റ് ചെയ്യരുത്. നിനക്ക് ഈ ഒരു തിരിച്ചറിവുള്ളത് നല്ലതാണ്. അവനൊരു പ്ലേ ബോയ് ആണ്. പരിചയപ്പെട്ട സമയത്ത് എന്നോട് നന്നായിട്ട് ഫ്ലേർട്ട് ചെയ്യുമായിരുന്നു എന്നൊക്കെ ഹോങ്ങ പറയും. ഇത് കേൾക്കുമ്പോൾ യുൻസുവിന് സങ്കടമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹോങ്ങ ചോദിക്കുമ്പോൾ അവൻ്റെ ഫോൺ നമ്പർ യുൻസു അവൾക്ക് കൊടുക്കും. സ്വസ്ഥമായിട്ട് ലൈബ്രറിയിൽ പോയിരുന്ന് എഴുതാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ യുൻസു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജെൻസൺ അതുവഴി വരും. എന്തിനാണ് ഇത്രയും രാവിലെ ജോലിക്ക് പോകുന്നതെന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്ന് അവൾ പറയുന്നത്. അവനാണ് അവളെ ലൈബ്രറിയിലേക്ക് കൊണ്ടുവിടുന്നത്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടാണ് അവരവിടുന്ന് പിരിയുന്നത്. ഹോങ്ങ ജെൻസനെ വിളിച്ചിട്ട് ദേഷ്യപ്പെടും. ഇയാൾ പുതിയൊരു ഫോൺ വാങ്ങിച്ചിട്ട് എന്നെ വിളിച്ച് പറയാത്തത് എന്താണ്? വേറൊരാൾ പറഞ്ഞിട്ട് വേണോ ഞാനിത് അറിയാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിത്ര ദേഷ്യപ്പെടാനുള്ള കാര്യമാണോ? ഇയാളെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല എന്ന് അവൻ പറയും. അടുത്ത ഫ്രൈഡേ ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് ഒരു ടേബിൾ റിസർവ് ചെയ്തേക്കണം എന്നവൾ പറയുന്നുണ്ട്. അത് എന്നോട് പറയണ്ട, റിസപ്ഷനിൽ വിളിച്ചിട്ട് അവരോട് വേണം പറയാമെന്ന് പറഞ്ഞിട്ട് ഇവൻ കോൾ കട്ട് ചെയ്യും. കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് എഴുതാനൊരു സ്ഥലമാണ് നോക്കുന്നെങ്കിൽ എന്റെ താമസ സ്ഥലത്തേക്ക് പോകുന്നുള്ളൂ. പകൽ ഞാൻ അവിടെ ഇല്ലല്ലോ എന്ന് ജെൻസൺ യുൻസുവിൻ്റെ അടുത്ത് പറയും. അങ്ങനെ ആരുടെ കയ്യിൽ നിന്നും ഫ്രീ ആയിട്ട് ഞാനൊന്നും വാങ്ങാറില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഫ്രീ ആയിട്ട് വേണ്ട, ഞാൻ പുതുതായിട്ട് പരീക്ഷിക്കുന്ന ഡിഷസ് ഒക്കെ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ മതിയെന്ന് അവൻ മറുപടി കൊടുക്കും. യുൻസു അത് സമ്മതിക്കും. അങ്ങനെ യുൻസു ജെൻസന്റെ വീട്ടിൽ വന്നിട്ട് എഴുതാനായിട്ട് തുടങ്ങും. അതൊരു പതിവാവും. എല്ലാ ദിവസവും അവൻ ഓരോരോ സൂപ്പൊക്കെ പ്രിപ്പയർ ചെയ്ത് അവൾക്ക് കൊടുക്കും. അവൾക്ക് സൂപ്പാണ് ഇഷ്ടം എന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മയുടെ സൂപ്പാണ്. അതിന് പിന്നിൽ ഒരു കഥയുണ്ട്, അതുകൊണ്ടാവാം. ഇയാള് ഭാവിയിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുവാണെങ്കിൽ അന്ന് അതുപോലെ ഒരു സ്പെഷ്യൽ ഡിഷ് അവിടെ മെനു കാർഡിൽ ഉൾപ്പെടുത്തണം. എന്തെങ്കിലും ഒരു സ്റ്റോറി അതിന് പിന്നിലുണ്ടെന്ന് അറിയുമ്പോൾ ആളുകൾക്ക് അതിനോടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അങ്ങനെ ആ ഡിഷ് ഹിറ്റ് ആവുമെന്ന് യുൻസു ഒരു ദിവസം പറയുമ്പോൾ ജെൻസൺ അത് ഇഷ്ടപ്പെടും. പിന്നെയും കുറച്ച് ദിവസങ്ങൾ കഴിയും. ആ ഫ്രഞ്ച് ഷെഫിന്റെ അടുത്ത് നിന്ന് റിപ്ലൈ വന്നില്ലേ എന്ന് യുൻസു അവനോട് ചോദിക്കും. റിപ്ലൈ വരുവാണെങ്കിൽ ഞാൻ ഫ്രാൻസിലേക്ക് പോകും, പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷമേ തിരിച്ചു വരുമെന്ന് അന്നേരമാണ് അവൻ യുൻസുവിന്റെ അടുത്ത് പറയുന്നത്. അത് കേൾക്കുമ്പോൾ യുൻസുവിന് സങ്കടമാവും. 5 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് 34 വയസ്സാവും. ചിലപ്പോൾ എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും എന്ന് അവൾ മറുപടി കൊടുക്കും. ഇയാൾ പോകണ്ടെന്ന് പറയുവാണെങ്കിൽ ഞാൻ പോകത്തില്ല എന്ന് ജെൻസൺ പറയുന്നുണ്ടെങ്കിലും എന്നെ വിചാരിച്ചിട്ട് ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഒന്നും ഇല്ലല്ലോ. അന്ന് സംഭവിച്ചത് ഓർത്തിട്ടാണെങ്കിൽ അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അത് മനസ്സിൽ വെച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. പിന്നെ എനിക്കിപ്പോൾ മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കാനായിട്ട് നേരമില്ല. എനിക്ക് എൻ്റെ ജോലിയാണ് പ്രധാനമെന്ന് അവൾ പറയും. ഇത് കേൾക്കുമ്പോൾ അവന് സങ്കടമാവും. അന്നേരം അവന് ഹോങ്ങയുടെ കോള് വരുന്നുണ്ട്. അത് യുൻസു ശ്രദ്ധിക്കും. പക്ഷെ അവൻ കോൾ അറ്റൻഡ് ചെയ്യത്തില്ല. റൈറ്റിംഗ് കോൺടെസ്റ്റിന് വേണ്ടിയിട്ട് ഡ്രാമയുടെ ഫൈനൽ ഡ്രാഫ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് യുൻസു. അന്നേരം അവൾക്ക് ഒരു കോള് വരും. അവളുടെ ടീംമേറ്റ് ആയിരുന്ന ക്വിങ് ആണ് അവളെ വിളിക്കുന്നത്. സീനിയർ റൈറ്റർ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. എന്നെ പറഞ്ഞു വിട്ടതല്ലേ, ഇനി ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് യുൻസു പറയുമ്പോൾ ഇത് കേട്ടോണ്ട് ഇവര് ഫോൺ വാങ്ങിക്കും. നീ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കേണ്ട ആവശ്യം എന്താണ്? ഞാൻ ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം നിന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? നിനക്ക് എന്നോട് പകയുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചു വരണം. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും നിന്നെ അങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് നിനക്കൊന്ന് ചിന്തിച്ചൂടെ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ അവരെ വന്ന് കാണാനായിട്ട് യുൻസു തീരുമാനിക്കും. കോൺടെസ്റ്റിന് കൊടുക്കാനായിട്ട് യുൻസു പുതിയ ഡ്രാമ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് സീനിയർ റൈറ്റർക്ക് അറിയാം. അത് എഴുതി കഴിഞ്ഞെങ്കിൽ എൻ്റെ കയ്യിൽ തന്നാൽ മതി,
ഞാൻ കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാമെന്നവർ പറയുമ്പോൾ ഇവിടെ റഫ് കോപ്പി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് അവർക്ക് കൊടുക്കും. പക്ഷെ അവരുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് അന്നൊരു ദിവസം കൊണ്ട് അവർക്ക് മനസ്സിലാവും. അവൾ പോയതിനു ശേഷം അവർ ടാർഗറ്റ് ചെയ്യുന്നത് ക്യുങ്ങിനെയാണ്. അവൾ എന്ത് ചെയ്താലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് കോഫി ഉണ്ടാക്കി കൊടുത്താലും നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്താലും എന്തെങ്കിലും തിരുത്തിക്കൊണ്ട് കൊടുത്താലും എല്ലാത്തിനും കുറ്റമാണ്. അവർ വീണ്ടും വിളിച്ചതിന്റെ പേരിൽ ഒന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് യുൻസു വീണ്ടും അവിടേക്ക് വരുന്നത്. പക്ഷെ ക്യുങ്ങിനോടുള്ള അവരുടെ പെരുമാറ്റം കാണുമ്പോൾ ഇവർ ഒരു കാലത്തും നേരെ ആവാൻ പോകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അന്ന് വൈകിട്ടാകുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഒരു ഡ്രാമ എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ തിരിച്ച് ജോയിൻ ചെയ്യുന്നില്ല എന്ന് അവള് സീനിയർ റൈറ്റർ അടുത്ത് പറയും. അത് കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും. അവളുടെ റഫ് കോപ്പി തറയിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് അവർ പറയുന്നത്, നീ എന്തോ വലിയ റൈറ്റർ ആണെന്ന് സ്വയം ഒരു ഭാവമുണ്ട്, പക്ഷെ നീ ഒന്നുമല്ല. ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കി കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ മിടുക്കുണ്ട്. സ്വന്തമായിട്ട് ഒന്ന് നേരെ എഴുതാൻ പോലും ഇയാൾക്ക് അറിയത്തില്ല. ഇങ്ങനെയാണെങ്കിൽ ഇയാള് നല്ലൊരു റൈറ്റർ പോലും ആവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ അവളെ കുറ്റപ്പെടുത്തി തന്നെ സംസാരിക്കും. ഈ സമയത്ത് ക്യുങ് അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നൂഡിൽസ് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അതിനും ആ കുട്ടിയെ വീണ്ടും കുറ്റം പറയും. ഇതും കൂടി ആകുമ്പോൾ ആ കുട്ടിയുടെയും ക്ഷമ നശിക്കും. ഞാനും യുൻസുരെ പോലെ തന്നെ ക്വിറ്റ് ചെയ്തിട്ട് പോവുകയാണ്, ഞാൻ എന്ത് ചെയ്താലും കുറ്റമാണല്ലോ, അങ്ങനെയുള്ള ഞാൻ ഇവിടെ നിന്നിട്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. ഇതും കൂടി കേൾക്കുമ്പോൾ ഇവർക്ക് ദേഷ്യം കൂടും. യുൻസു ആണ് എല്ലാവരെയും വഴിതെറ്റിക്കുന്നത്, അതുകൊണ്ടാണ് എല്ലാവർക്കും ഇങ്ങനെ ഒരു ചിന്ത വരുന്നത്. നിങ്ങൾ രണ്ടുപേരും ഈ ഇൻഡസ്ട്രിയിൽ ഫ്ലറിഷ് ചെയ്യത്തില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തും എന്നൊക്കെ പറഞ്ഞവരെ ഭീഷണിപ്പെടുത്തും. ജെങ്സന്റെ അമ്മ അച്ഛനെ അന്വേഷിച്ച് അയാളുടെ ക്ലിനിക്കിലേക്ക് വരും. ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ഫോൺ എടുക്കാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ള റിലേഷൻ അവസാനിച്ചതാണെന്ന് അയാൾ പറയും. നിങ്ങൾ ഒരിക്കലും എൻ്റെ ഹസ്ബൻഡ് ആയിരുന്നു, എന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഉടനെ ഇവര് മറുപടി കൊടുക്കും. അവിടെ പുതിയ ഫാമിലിയുടെ ഫോട്ടോ അയാൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ഉപദ്രവിച്ചിരുന്നത് പോലെ നിങ്ങൾ ഇപ്പോഴത്തെ വൈഫിനെ നിങ്ങൾ എന്താണ് ഉപദ്രവിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇയാൾക്ക് ദേഷ്യം വരും. ഇയാൾക്ക് ദേഷ്യം വന്നു മനസ്സിലാവുമ്പോൾ ഇവർ ആ ഫോട്ടോ തറയിലേക്ക് എറിഞ്ഞ് പൊട്ടിക്കും. നിങ്ങൾക്ക് എന്നെ അടിക്കാനായിട്ട് തോന്നുന്നുണ്ടോ? എങ്കിൽ ഒന്ന് അടിച്ചു നോക്കുക, അപ്പോൾ അറിയാം. പണ്ട് നിങ്ങളുടെ അടി കൊണ്ട് മിണ്ടാതെ നിന്ന പഴയ നിങ്ങളുടെ വൈഫാണെന്ന് നിങ്ങൾക്ക് വിചാരം ഉണ്ടെങ്കിൽ അത് വെറുതെ ആണെന്ന് ഞാൻ അന്നേരം കാണിച്ചു തരാമെന്ന് അവർ പറയും. ഇവർക്ക് പൈസയുടെ ആവശ്യമാണെന്ന് അയാൾക്ക് മനസ്സിലാവും. ബാങ്ക് അക്കൗണ്ട് നമ്പറാണ് അയാൾ അന്നേരം ചോദിക്കുന്നത്. ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തുന്നത് വരെ നിങ്ങളെ സന്തോഷമായിട്ടിരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ജെങ്സന്റെ അമ്മ അവിടുന്ന് പോകുന്നത്. ജെങ്സനെ കാണാൻ വേണ്ടിയിട്ട് അന്ന് ഹോങ്ങ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലും. പക്ഷെ അവളെ കൊണ്ടുവിടാനൊന്നും നിൽക്കാതെ ഒരു ടാക്സി വിളിച്ചാണ് അവൻ തിരിച്ച് പറഞ്ഞു വിടുന്നത്. വീട്ടിലേക്ക് എത്തുമ്പോൾ അച്ഛൻ അവനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടാവും. നീ കൊറിയയിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് നിന്റെ പുറകെ നിന്റെ അമ്മയും വരുമല്ലോ എന്നാണ്. അതങ്ങനെ തന്നെ സംഭവിച്ചു. ഇന്ന് എൻ്റെ ക്ലിനിക്കിൽ വന്നിട്ട് ബഹളം ഉണ്ടാക്കി. അവളുടെ സ്വഭാവത്തിന് ഒരു മാറ്റം ഇല്ല എന്ന് അയാൾ പറയുമ്പോൾ എൻ്റെ അമ്മയെ അങ്ങനെ ആക്കി തീർത്തത് ആരാണെന്ന് എനിക്കറിയാമെന്ന് അവൻ മറുപടി കൊടുക്കും. ദയവ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും തിരിച്ച് ഫ്രാൻസിലേക്ക് പോകണം. എല്ലാവരുടെയും സമാധാനപരമായ ജീവിതത്തിന് അതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ അവിടുന്ന് പോകുന്നത്. യുൻസു വന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എപ്പോഴാണ് ഡെപ്പോസിറ്റ് തിരിച്ചു വേണ്ടതെന്ന് ലാൻഡ് ലോർഡ് അവളോട് ചോദിക്കും. അന്നേരമാണ് അവർ വീട് മാറാൻ പോവുകയാണെന്ന് യുൻസു അറിയുന്നത്. എന്താ എന്നോട് പറയാഞ്ഞതെന്ന് വന്ന് അനിയത്തിയെടുത്ത് ചോദിക്കുമ്പോഴത്തേനും അനിയത്തി കൂളായിട്ട് പറയുന്നത്, നീ കുറച്ച് നാളായിട്ട് എൻ്റെ ചെലവിലല്ലേ ജീവിക്കുന്നത്, അതിനെപ്പറ്റി നിനക്ക് ഒരു ബോധം ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നിനക്ക് ബോധം തിരിച്ചു വരുമെന്നും എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് മാറി താമസിക്കാനായിട്ട് തീരുമാനിച്ചു. ഡെപ്പോസിറ്റ് എമൗണ്ട് രണ്ടുപേരും പകുതി പകുതിയാണ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് പകുതി ഞാൻ നിനക്ക് തന്നേക്കാം എന്നുള്ള രീതിക്കും അനിയത്തി പറയുന്നുണ്ട്. ഇവക്ക് മറുപടി ഒന്നും പറയാൻ പറ്റുന്നില്ല. ജെങ്സൺ വീട്ടിൽ വന്ന് മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ ആ ഫ്രഞ്ച് ഷെഫ് അവനെ മറുപടി അയച്ചിട്ടുണ്ടാവും. അവനെ ഇന്റേൺ ആയിട്ട് കൂടെ കൂട്ടാനായിട്ട് താല്പര്യമുണ്ട്. ഇത്രയും കാലം പെർസിസ്റ്റന്റ് ആയിട്ട് പാഷനേറ്റ് ആയിട്ട് അവന്റെ ഒരു ഡ്രീമിന് വേണ്ടിയിട്ട് അവൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളെ ഇംപ്രസ് ചെയ്തു എന്നൊക്കെയാണ് അയാൾ മെയിലിൽ പറഞ്ഞേക്കുന്നത്. ആ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് അവൻ അന്നേരം തന്നെ യുൻസുവിനെ വിളിക്കും. അനിയത്തി ഇതെല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും. യുൻസു വിഷമം കാരണം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾക്കിപ്പോൾ ജോലിയില്ല, പോകാൻ സ്ഥലവും ഇല്ല. എഴുതിക്കൊണ്ടിരുന്ന ഡ്രാമ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് എഴുതാൻ പറ്റുന്നില്ല. അന്നേരമാണ് ജെങ്സന്റെ കോള് വരുന്നത്. അവൻ സന്തോഷത്തോടെ സംസാരിക്കുമ്പോൾ തന്നെ കാര്യം അവൾക്ക് മനസ്സിലാവും. മെയിൽ വന്നല്ലേ എന്ന് അവൾ ചോദിക്കും. കൺഗ്രാജുലേറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷെ അവളുടെ സൗണ്ടിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് അവന് മനസ്സിലാവും. കരയുകയായിരുന്നോ എന്ന് ചോദിക്കും. അവളല്ലാന്ന് പറയും. ഞാൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് കാണാൻ വരട്ടെ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവനെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടാണ് യുൻസു കോള് കട്ട് ചെയ്യുന്നത്. യുൻസു കരഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ജെങ്സൺ അവളെ കാണാനായിട്ട് വരും. മെയിൽ കിട്ടിയപ്പോൾ ഞാൻ ഇയാളെയാണ് ആദ്യം ഓർത്തതെന്ന് അവൻ പറയുമ്പോൾ അവൾ പറയുന്നത്, ഇന്ന് എൻ്റെ ലൈഫിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ദിവസമായിരുന്നു എന്നാണ്. എൻ്റെ സ്വപ്നങ്ങൾ ഇല്ലാതാവുന്നത് ഞാൻ കണ്ടു. യാഥാർത്ഥ്യത്തെ ഒന്നുകൂടി ഫേസ് ചെയ്യുകയായിരുന്നു ഞാനിന്ന്. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യങ്ങളും ചിന്തിക്കാനോ അതിന് വേണ്ടിയിട്ട് സമയം കളയാനോ എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അപ്പോളജൈസ് ചെയ്യും. അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവന് മനസ്സിലാവും. ഇയാളെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ എനിക്ക് വേണ്ടുന്ന ഉത്തരം കിട്ടിക്കഴിഞ്ഞു, അതുകൊണ്ട് അപ്പോളജൈസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അവൻ പറയും. ജെങ്സൺ പിറ്റേ ദിവസം റെസ്റ്റോറൻറ്റിലേക്ക് വരുമ്പോൾ
കൂടുതൽ ക്വാണ്ടിറ്റി ഓർഡർ ചെയ്തത് എന്തിനാണെന്ന് മെയിൻ ഷെഫ് അവനോട് ചോദിക്കും. അവൻ ഓരോന്ന് വെച്ച് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ റിപ്പോർട്ട് വരുമ്പോൾ 2 വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അവൻ കൂടുതൽ മനഃപൂർവ്വം വാങ്ങിച്ചു, അവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നുള്ള രീതിക്കാണ് മെയിൻ ഷെഫ് ഇംപ്ലൈ ചെയ്യുന്നതെന്ന് അവന് മനസ്സിലാവും. ഞാനൊരു കള്ളനാണെന്നാണോ നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുന്നത്? ഞാൻ ഓരോന്ന് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. കണക്കിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കി പൈസ ഞാൻ തന്നെ തരുന്നതായിരിക്കും. നിങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്തിരുന്നു, ഇവിടുന്ന് നല്ല രീതിക്ക് പോകണം എന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഇനി അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ക്വിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങും. ജംഗ്ഷനെ വെയിറ്റ് ചെയ്ത് ജംഗു അവിടെ നിൽപ്പുണ്ടാവും. അവനെ കൂട്ടി വീട്ടിലേക്ക് പോകും. എന്തായാലും ജോലി വേണ്ടെന്ന് വെച്ചല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞ ഓഫറിനെ പറ്റി ചിന്തിച്ചുകൂടെ എന്ന് ജംഗു ചോദിക്കുമ്പോൾ അവൻ വീണ്ടും റിജക്ട് ചെയ്യും. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ എനിക്കൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്ന് തോന്നുവാണെങ്കിൽ അന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് ജംഗുവിന് അവൻ വാക്ക് കൊടുക്കും. ചേട്ടാന്നാണ് അവനിപ്പോൾ ജംഗുവിനെ വിളിക്കുന്നത്. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് യുൻസു ജംഗുവിനെ കാണാനായിട്ട് വരും. ആ ഓഫർ ഇപ്പോഴും വാലിഡ് ആണെങ്കിൽ അത് സ്വീകരിക്കാൻ ഞാൻ റെഡിയാണെന്ന് അവൾ പറയും. നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്യാമോ എന്നാണ് ജംഗു അവളോട് ചോദിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറയുമ്പോൾ അവൾ അത് റെഫ്യൂസ് ചെയ്യും. നിങ്ങളുടെ ബോസ് നിങ്ങളോട് ഒരു കാര്യം ചെയ്യാൻ പറയുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ന് ജംഗു അവളോട് പറയും. ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട ആവശ്യം എന്താണെന്ന് യുൻസു അയാളോട് തിരിച്ചു ചോദിക്കും. അപ്പോൾ എനിക്ക് അധികാരമുണ്ടെന്നുള്ളൊരു തോന്നൽ വരും എന്നാണ് അവൻ അതിന് മറുപടി കൊടുക്കുന്നത്. എന്തായാലും അയാളുടെ കൂടെ കഴിക്കാൻ പോകാമെന്ന് യുൻസു തീരുമാനിക്കും. മൂജൂൺ കാണാൻ വരുമ്പോൾ ജംഗ്ഷൻ ഫ്രാൻസിലേക്ക് പോകാനായിട്ട് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ ഇതിനെപ്പറ്റി യുൻസുവിൻ്റെ അടുത്ത് സംസാരിച്ചോന്ന് ചോദിക്കുന്നുണ്ടേ. ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, യുൻസുവിന് ഇപ്പോൾ ജോലിയാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം, മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് എന്നോട് പറഞ്ഞു എന്ന് അവൻ പറയും. എനിക്ക് ഹോങ്ങയെ ഇഷ്ടമാണ്, പക്ഷെ അവൾ അത് തിരിച്ചറിയുന്നില്ല. നിനക്ക് പെൺകുട്ടികളെ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല. നീ ഒരിക്കൽ കൂടി യുൻസുവിൻ്റെ അടുത്ത് ചോദിക്കണമായിരുന്നു, അത് ചോദിച്ചില്ലല്ലോ. പോകുന്നതിന് മുമ്പ് അവളെ ഒന്ന് വിളിക്കണമെന്ന് മൂജൂൺ ജംഗ്ഷൻ്റെ അടുത്ത് പറയും. ജംഗു ഓർഡർ ചെയ്യുന്ന ഡിഷ് കാണുന്നുണ്ട്, ഇയാൾക്ക് കുട്ടികളുടെ ടേസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് യുൻസു കളിയാക്കുന്നുണ്ട്. എൻ്റെ അമ്മ ഇത് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്ത് തരുമായിരുന്നു, അമ്മയെ മിസ് ചെയ്യുമ്പോഴെല്ലാം ഞാൻ ഇത് വന്ന് കഴിക്കാറുണ്ടെന്ന് അവൻ പറയും. അമ്മ ചെറുതിലെ മരിച്ചു പോയതാണെന്ന് അവൻ ഷെയർ ചെയ്യും. ജംഗു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് യുൻസുവിന് ജംഗ്ഷന്റെ കോള് വരുന്നത്. പക്ഷെ അവള് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല.